മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം അധികാരം പിടിച്ചിരുന്നു. ഇന്ത്യ മുന്നണിക്ക് അപ്രതീക്ഷിതമായി കനത്ത തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. പിന്നാലെ ബി.ജെ.പിയോട് അടുക്കാൻ ഉദ്ധവ് താക്കറെ ശ്രമിക്കുന്നതായി സൂചനയും പുറത്തുവരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ബി.ജെ.പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ച് ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിൽ മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഉദ്ധവ് ബി.ജെ.പിയോട് അടുക്കുന്നുവെന്ന അഭ്യൂഹം ശക്തമായത്. ഫട്നാവിസുമായി ഉദ്ധവ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. മഹായുതിയിലേക്ക് എത്തിയാൽ മകൻ ആദിത്യ താക്കറെയ്ക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഉദ്ധവ് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഉദ്ധവിനെ കൂടെ കൂട്ടിയാൽ ഇടഞ്ഞു നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ ഒതുക്കാനാകുമെന്നും ബി.ജെ.പി നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സാമ്നയിൽ മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടതും വലിയ ചർച്ചയായി മാറിയതും. സംസ്ഥാനത്ത് നക്സലൈറ്റുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് ഫട്നാവിസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗമാണ് സാമ്നയിൽ പ്രസിദ്ധീകരിച്ചത്. ഛത്തീസ്ഗഢുമായി അതിർത്തി പങ്കിടുന്ന ഗഡ്ചിരോളിയിലെ നക്സലൈറ്റുകളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള ഫട്നാവിസിന്റെ ശ്രമങ്ങളെ പുകഴ്ത്തിയാണ് മുഖപ്രസംഗം. ദേവേന്ദ്ര ഫട്നാവിസ് ഗഡ്ചിരോളിയിൽ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്തു. പുരോഗതിയുടെ ഒരു പുതിയ യുഗം തന്നെ പ്രഖ്യാപിച്ചു. ഈ നടപടി ഗഡ്ചിരോളിയെ മാത്രമല്ല മഹാരാഷ്ട്രയ്ക്ക് മുഴുവൻ ഗുണമായി മാറും. ഫട്നാവിസിന്റെ ഇത്തരം സംരംഭങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സാമ്നയിലെ മുഖപ്രസംഗം വ്യക്തമാക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് നക്സൽ ബാധിത മേഖലയായ ഗഡ്ചിരോളിയിൽ ഫട്നാവിസ് സന്ദർശനം നടത്തിയിരുന്നു. ഫട്നാവിസിന്റെ ആദ്യ സന്ദർശന വേളയ്ക്കിടെ 11 നക്സലൈറ്റുകളാണ് കീഴടങ്ങിയത്. ഇതോടെ മഹാരാഷ്ട്രയിൽ നിന്ന് നക്സലിസം ഉടൻ തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് ഫട്നാവിസ് പറഞ്ഞിരുന്നു. നിലവിലെ ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയെ സാമ്ന മുഖപ്രസംഗത്തിൽ വിമർശിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഫട്നാവിസിന്റെ നല്ല പ്രവൃത്തി സാമ്ന ശ്രദ്ധിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് ബവൻകുലെ പ്രതികരിച്ചത്.